കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്ക് അനുകൂലമായി അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്ക് പ്രതികൂലമായി ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിക്കുവാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. ഈ വാക്യങ്ങൾ കാട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എസ്രയുടെ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാബേലിന്റെ പ്രവാസത്തിൽ ആയിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മടക്കി വരുത്തുന്ന ഒരു ഭാഗമാണ് എസ്രയുടെ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, ബാബേലിന്റെ മണ്ണിൽ നിന്ന് ഘട്ടം ഘട്ടമായി വിവിധ വ്യക്തികളിലൂടെ ഇസ്രായേൽ എന്ന സമൂഹത്തെ ബാബേലിൽ നിന്ന് ദൈവം എവിടേക്ക് കൊണ്ടുവന്നു? സ്തോത്രമല്ലേലൂയ, യെരുശലേമിലേക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗം നമുക്ക് അവർക്ക് പരിചിതമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എസ്രാ ശാസ്ത്രി എന്നത്. എസ്രയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചൊരു മനുഷ്യനെ നമുക്ക് വേറെ കാണാൻ പറ്റത്തില്ല. ശാസ്ത്രിയായിരുന്നെങ്കിൽ പോലും, ന്യായപ്രമാണത്തെ തികവോടെ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ പോലും, ഇസ്രായേൽ ജനത്തിന്റെ ഭാവിക്ക് വേണ്ടി, അവരുടെ തലമുറകളുടെ വിടുതലിന് വേണ്ടി, യാത്രയുടെ ശുഭതയ്ക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യനും അതുപോലെ തന്നെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്തൊരു മനുഷ്യനുമാണ് എസ്ര എന്ന ദൈവ മനുഷ്യൻ. 21 വാക്യം ശ്രദ്ധിച്ച്, അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ഒരു ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഹവാറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു മനുഷ്യനെ വേറെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ യാത്രയിൽ അവർക്കെതിരെ പതിയിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ എസ്ര രാജാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾക്ക് ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രാജാവിന്റെ കുതിരച്ചേവകരെ പടയാളികൾ ഞങ്ങൾക്ക് വേണ്ട. മാനുഷികമായ ഒരു ഇടപെടലുകൾക്കും സാധ്യത കൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചൊരു മനുഷ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ചിന്ത ഞാൻ ഈ പ്രഭാത സന്ദേശത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുകയാണ്. ദൈവത്തിൽ നീ പൂർണ്ണമായ ആശ്രയം വെക്കുന്നു എങ്കിൽ മനുഷ്യന്റെ പ്രവർത്തികളോ മനുഷ്യന്റെ ചിന്തകളോ പടയാളിയോ കുതിരച്ചേവകരോ മറ്റൊന്നിലും നീ ആശ്രയിക്കേണ്ടി വരികയില്ല. ദൈവത്തിന്റെ മുമ്പിൽ ആശ്രയമായിട്ട് വന്ന നിന്നെ ഒരിക്കലും വേറൊരു തലത്തിൽ ആശ്രയം വെക്കേണ്ടതായിട്ട് വരത്തില്ല. ദൈവത്തിൽ സ്തോത്രം, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ യാത്രകളിൽ നമുക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ പലതാണെങ്കിലും ആ പതിയിരിപ്പിന്റെ ആഴങ്ങളിൽ നിന്ന് നമ്മെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉലകത്തിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറുകയാണ്. ലോകത്തിൽ ഒന്നിനെയും ആശ്രയിച്ചില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ മുഖത്ത് നോക്കുക, ദൈവത്തിൽ സ്തോത്രം നിന്റെ ജീവിതത്തെ, വിശ്വാസത്തെ അർപ്പിക്കുക. നിശ്ചയമായിട്ടും ദൈവം നമ്മെ മാനിപ്പാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. കർത്താവേ, സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടയാക്കും. അനുഗ്രഹത്തെ, അത്ഭുതത്തെ അവിടെ നിന്ന് പകൽ ഞങ്ങൾക്കായി വെളിപ്പെടുത്തും. ഈ സന്ദേശം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗമിടയാക്കാൻ, അനേക ആയിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.